ഹലോ, ഇത് കുറേ നാളായപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് വലിയൊരു ഭയങ്കര ലെങ്ത് ഉള്ള വീഡിയോ ഒന്നുമല്ല, എന്നാലും ഒരു കുട്ടി വീഡിയോ ആണ്. രാവിലെ ഇത് കൃതിയേനെ ഇപ്പം ഞാനാണ് കേട്ടോ അങ്ങനവാടി കൊണ്ടുവിടുന്നത്. ഇപ്പോൾ ഭയങ്കര വഴക്കാണ്, ഞാൻ കൊണ്ടുവിടുന്നതുകൊണ്ട് കരച്ചിലാണ്. പോയിട്ട് വരുമ്പോൾ എനിക്കും വിഷമമാണ് കേട്ടോ. അപ്പം കൃതിയേനെ കൊണ്ടുവിട്ടിട്ട് ഇതാ പതുക്കെ നടന്നു. ഇന്ന് കുട എടുത്തിട്ടാണ് വരുന്നത്. സാധാരണ കുട എടുക്കാൻ മറന്നു പോകും. കുട എടുത്തില്ലെങ്കിൽ ഇന്ന് ചത്ത് കുത്തുമോ എന്നുള്ളത് കൊണ്ട് കുട എടുത്തു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ അടുത്ത ഒരു ഒരുക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്ന എവിടാന്ന് വെച്ചാൽ ഹരിപ്പാട് വരെ പോകണമേ. അങ്ങനെ പോണേ. കാർത്തിക്കിന് എക്സാം ഉണ്ട് ഉച്ചവരെ ഉള്ളൂ. അപ്പൊ നമ്മുടെ കൂടെ കാർത്തിക് ഉണ്ട് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ അച്ഛൻ നമ്മളിന്ന് ഫാമിലി മൊത്തത്തിലാണ് പോകുന്നത്. കൃതിക മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. അതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ട് കേട്ടോ. പിന്നെന്താ, നമ്മൾ അങ്ങനെ പോവാണ്. അപ്പം ഹരിപ്പാട് പോയ കാര്യം നടന്നു കഴിഞ്ഞ് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ. അപ്പം നേരത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ എപ്പോഴും അങ്ങനെ പുറത്തൊന്നും പോവാറില്ലല്ലോ. അപ്പം അച്ഛനെ കൊണ്ട് പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ അച്ഛന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, പതിവാണ്. ആദ്യം അച്ഛൻ പറയും വേണ്ടാന്ന്. അങ്ങനെ നമ്മളിതാ നമ്മുടെ സഞ്ചാരിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചേട്ടൻ കാർ പാർക്ക് ചെയ്യാണ് കേട്ടോ. കാർത്തികിനെ കൊണ്ട് നമുക്ക് നേരത്തെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരുന്നത് വരെ നിങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. എന്ത് ഡ്രൈവിംഗ് സ്കില്ലാണല്ലേ, ഞാനൊക്കെ എന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങുമോ എന്തോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പതുക്കെ കയറുകയാണ് കേട്ടോ. ഞാൻ അച്ഛൻ്റെ കൂടാണ് കയറുന്നത്. കാരണം അച്ഛന് ഇച്ചിരി നടക്കാൻ കുറച്ച് നടക്കാൻ കുഴപ്പമില്ല, എന്നാലും സ്റ്റെപ്പ് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആംബിയൻസിൽ ഞാൻ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ വെറൈറ്റി ആയിട്ടൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. കാരണം നമുക്ക് തിരിച്ചു പോയിട്ട് കൃതിയേനെ പിക്ക് ചെയ്യേണ്ടതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വരാൻ താമസിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ പൊറോട്ടയും നാടൻ ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാവർക്കും അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ കാർത്തിക്ക് എന്താന്ന് വെച്ചാൽ ചെന്നിരുന്നപ്പോഴേ ഒരു ഓറിയോടെ ഷേക്ക് വേണം. ഞാൻ ഷമാമിന്റെ ഷേക്കാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ഷമാമ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഷമാമിന്റെ ഷേക്ക് മാറ്റി പിന്നെ മാംഗോ ഷേക്ക് ആക്കി. ചേട്ടനൊരു ഫ്രൂട്ട് സലാഡാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ തന്നെ ഫുഡൊക്കെ കഴിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഭയങ്കര ഷുഗർ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഓവറായിട്ട് മധുരമുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വട്ടം ഇവിടുത്തെ ഷമാമിന്റെ ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോൾ വന്നാലും ആദ്യം ഓർഡർ ചെയ്യുന്നത് അതാണ് കേട്ടോ. അപ്പം ഇന്നിപ്പം മാംഗോ ആണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഫുഡെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റാണ് നമ്മളിത് കഴിക്കുക. കാരണം നേരത്തെ ഓർഡർ ചെയ്തുകൊണ്ട് നേരത്തെ കിട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പിന്നെയും താമസിക്കും. അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഒരു മീഡിയം ലെവലിന് താഴെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിക്കാനും നല്ല സുഖമായിരുന്നു, കുടിക്കാനും നല്ല സുഖമായിരുന്നു. അങ്ങനെ നല്ല മധുരമുള്ള മാംഗോ ഷേക്ക് ഞാൻ അവിടെ നിന്ന് പതുക്കെ കുടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ചേട്ടൻ എടുത്ത് പറഞ്ഞ് പതുക്കെ കുടിച്ചിട്ട് വന്നാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ നേരെ ഇത് കാണുമ്പോഴത്തേക്കും മൂവി കാണാൻ നമ്മുടെ തിയേറ്ററിൽ വന്നതാണെന്ന് അല്ല ഗൈസ്. ഇവിടെ നമ്മൾ ഷോപ്പിങ്ങിന് വന്നതാണ്. ഇവിടെ ദൃശ്യം 3യുടെ പോസ്റ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് കാണാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. നമ്മളപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് വന്നത്. എന്തോ ചേട്ടൻ എന്തോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ, അവിടെ നമുക്ക് വേണ്ട കളക്ഷൻ ഉണ്ട്. ഇതിലൊരു കോഡ് സെറ്റ് ഞാൻ നേരത്തെ പോയപ്പം എടുത്തിട്ടുണ്ടായിരുന്നു, ആദ്യം കാണിച്ചു. അങ്ങനെ ഇവിടെ കുറച്ചധികം കളക്ഷൻ ഉണ്ട്. പിന്നെ എന്താണ്, പെരുന്നാളൊക്കെ കഴിഞ്ഞത് കാരണം കളക്ഷനൊക്കെ കുറച്ച് തീർന്നു എന്ന് അവർ പറഞ്ഞു. ഇനി വരണം എന്നാണ് പറഞ്ഞത്. എന്നാലും കുറച്ച് അവിടെയൊക്കെ റൗണ്ട് അടിച്ച് കുറച്ചൊക്കെ നോക്കി തിരിച്ച് നമ്മൾ വണ്ടിയിൽ കയറാം. നമ്മുടെ ടി വി പോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത് തന്നെ പിട്ടാപ്പള്ളി ഉണ്ട്. അപ്പോൾ ഞാൻ അച്ഛനും വണ്ടി ഇരിക്കുകയാണ്. ചേട്ടനും കാർത്തിക്കും കൂടെ പോയി ടി വിയുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തിരക്കി. ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ 2 ആഴ്ചയായിട്ട് നമുക്ക് ടി വി ഒന്ന് നോക്കാനോ വാങ്ങാനോ പോകാനോ ഒന്നും സമയം കിട്ടിയില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഫ്രഷ് ആയിട്ട് എല്ലാവരുടെയും തുണിയൊക്കെ മടക്കാണ് കേട്ടോ. ഒരു സമയം ഞാൻ വായ അടച്ചു വെക്കാറില്ല, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ പാടുന്നതല്ല, എനിക്ക് എപ്പോഴും പാട്ട് പാടി ശീലമാണ്. ഞാൻ എപ്പോഴും പാടിക്കൊണ്ടേയിരിക്കും. അതിപ്പോൾ പുറത്ത് ആരും എടുക്കുന്നതൊന്നും നോക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.